Hello all, welcome back to my channel Smita Kitchen. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി ക്രിസ്പി ക്രോൺ ആണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. Over to my kitchen. സോ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ക്രോൺ അടച്ചെടുക്കാമെന്ന് നോക്കാം. ആദ്യമേ പുറത്ത് കാണുന്ന ഇതെല്ലാം ഒന്ന് കളയണം. സോ ഇതിലെ സ്കിന്നെല്ലാം നമ്മൾ മാറ്റിക്കഴിഞ്ഞ് നമ്മൾ ഒരു സ്പൂൺ എടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ലൈൻ നമ്മൾ എടുത്തിട്ട് സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ട് ഇങ്ങനെ അകത്തോട്ട് പുഷ് ചെയ്തിട്ട് പുറത്തോട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരു ലൈൻ നമ്മൾ അടത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇത് എളുപ്പം വരും. നമ്മളിങ്ങനെ ഒന്ന് ഈ ഗ്യാപ്പിലോട്ടുള്ള വശത്തേക്ക് പുഷ് ചെയ്തെടുത്താൽ മതി. നോക്കിക്കോളൂ. സോ എല്ലാം അടത്തി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1.5 കപ്പ് കാണും. സോ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോൺ ഒരു 1.5 കപ്പ് കോൺ എടുത്തിട്ടുണ്ട്. പിന്നെ സ്പൈസസിന് വേണ്ടി കുരുമുളക് പൊടി, ചാറ്റ് മസാല, മുളക് പൊടി, ജീരകപ്പൊടി, പിന്നെ ഒരു സ്ലൈസ് ലെമൺ, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്പ്രിംഗ് ഓണിയനും ചോപ്ഡ് ഓണിയൻസും. ഇനി നമുക്കിത് കോൺ ബോയിൽ ചെയ്തെടുക്കാം. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കോൺ ഇട്ട് കൊടുക്കാം. ഒരു 2 to 3 മിനിറ്റ് നമുക്കിത് ബോയിൽ ചെയ്തെടുക്കാം. കോൺ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഊറ്റിയെടുത്തിട്ട് വേറെ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കോൺ നന്നായിട്ട് ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഈ കോൺ നന്നായിട്ട് കോൺഫ്ലോറുമായിട്ട് കോട്ട് ചെയ്യണം. അപ്പോൾ ആദ്യമേ കുറച്ച് കോൺഫ്ലോർ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കി കോൺഫ്ലോർ ഇതുപോലെ കുറേശ്ശായിട്ടിട്ട് ഇളക്കി കൊടുക്കുക.
നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുക്കാം. സോ കോണെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ബാക്കി സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യമേ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് നാരങ്ങ പിഴിഞ്ഞെടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ഇനി ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാം. സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ നല്ല ക്രിസ്പി ആയിട്ടുള്ള റെസിപ്പിയാണ്. സോ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. സോ അടുത്തൊരു ഡിഷുമായി വരുന്നവരെ ബൈ.